ഇടതൂർന്ന മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത് മറഞ്ഞിരിക്കുന്ന ഒരു കുളത്തിന് സമീപം 2 തവളകൾ താമസിച്ചിരുന്നു. ആദ്യത്തെ തവള ബുദ്ധിമാനും പഠനശേഷിയുള്ളതുമായിരുന്നു. എപ്പോഴും കയ്യിൽ മൊബൈൽ ഫോണുമായി. പാട്ട് കേൾക്കുന്നതോ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതോ ആയിരുന്നു. അവൾ എപ്പോഴും ജിജ്ഞാസയുള്ളവളായിരുന്നു. അവളുടെ ഉപകരണത്തിലൂടെ ലോകം പര്യവേക്ഷണം ചെയ്യാൻ ഉത്സുകയായിരുന്നു. ഏതായാലും രണ്ടാമത്തെ തവള സമ്പന്നനും മടിയനും ജനുമായിരുന്നു. മദ്യപിച്ചും കുളത്തിനരികിൽ കിടന്നുറങ്ങിയും മറ്റെല്ലാം അവഗണിച്ചും അശ്രദ്ധമായ ജീവിതശൈലിയിൽ മുഴുകിയും അയാൾ ദിവസങ്ങൾ ഉപേക്ഷിച്ചു. ഒരു സായാഹ്നത്തിൽ ഇരുണ്ട മേഘങ്ങൾ കാറ്റിന് മുകളിൽ വന്നു. ശക്തമായ കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. കോരിച്ചൊരിയുന്ന മഴ കാടിനെ വെള്ളത്തിലാഴ്ത്തി. അമിതമായി മദ്യപിച്ച് അപകടത്തെക്കുറിച്ച് മറന്ന മടിയ തവള കുളത്തിനരികിൽ തന്നെ തുടർന്നു. ജലനിരപ്പ് ഉയർന്നപ്പോൾ അവൻ പൊടുന്നനെ ആഞ്ഞടിച്ച പ്രവാഹത്തിൽ ഒഴുകിപ്പോയി. പരിഭ്രാന്തനായി താൻ ഗുരുതരമായ അപകടത്തിലാണെന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ സ്വയം രക്ഷിക്കാൻ വളരെ വൈകി. തന്റെ മൊബൈലിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് നന്ദി പറഞ്ഞ് കൊടുങ്കാറ്റിനെ അടുത്തെറിയുന്ന ബുദ്ധിമാനായ തവള അപ്പോഴേക്കും ഉയർന്ന സ്ഥലത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അവന്റെ സുഹൃത്ത് വിഷമത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഭയം പിടിമുറുക്കി. അപകടങ്ങൾ ഉണ്ടായിട്ടും അവൾക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ എല്ലാ ധൈര്യവും വിളിച്ച് ബുദ്ധിമാനായ തവള തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വെള്ളപ്പൊക്കത്തെ ധൈര്യപ്പെടുത്തി. അവളുടെ പെട്ടെന്നുള്ള ചിന്തയും ഒരു കഷണം മുന്തിരിവള്ളിയും അവനെ സുരക്ഷിതത്വത്തിലേക്ക് വലിച്ചിഴച്ചു. ക്ഷീണിച്ചും വിറച്ചും അലസനായ തവള തന്റെയും ആഹ്ലാദവും സമ്പത്ത് തന്റെ ജീവൻ നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. നന്ദിയും സങ്കടവും കൊണ്ട് വീർപ്പുമുട്ടുന്ന തവളയെ ആശ്ലേഷിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ സമ്പത്തും ആനന്ദവും മാത്രമല്ല, സ്നേഹവും വിവേകവും സൗഹൃദവും ഉണ്ടെന്ന് അവൻ ഇപ്പോൾ മനസ്സിലാക്കി. ആ അനുഭവം അവനെ മാറ്റിമറിച്ചു. അന്നുമുതൽ അവൻ അവന്റെ ബുദ്ധിമാനായ സുഹൃത്തിനെപ്പോലെയാകുമെന്ന് പ്രതിജ്ഞയെടുത്തു. 2 തവളകൾ, ഒന്ന് ജ്ഞാനികളും മറ്റൊന്ന് ഇപ്പോൾ വിനയാന്വിതരും, യോജിപ്പിൽ ഒരുമിച്ചു ജീവിച്ചു. അറിവുമായി ആസ്വാദനത്തെ ലയിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തി.